പലപ്പോഴും നാം ജീവിതത്തിൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. അതിലേറ്റവും പ്രാധാന്യമുള്ള വിഷയമാണ് ആഹാരം, പാർപ്പിടം, വസ്ത്രം, ശരീരം ഇവയൊക്കെയും. എന്നാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 23-ാം വാക്യം, ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. നാം പ്രാധാന്യം കൽപ്പിക്കുന്ന എല്ലാത്തിനേക്കാളും വലുതാണ് ജീവൻ, മാത്രമല്ല ശരീരം. ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ അവൻ നേടിക്കൂട്ടുന്നത് മുഴുവൻ അർത്ഥശൂന്യമായി മാറും. അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ, അവൻ്റെ ശരീരമില്ലാതെയായി പോയാൽ അവനൊന്നും ചെയ്യുവാൻ കഴിയാതെ പോകും. എന്നാൽ ദൈവവചനം പറയുന്നു, ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം വില കൊടുക്കേണ്ടുന്നത് നമ്മളുടെ ജീവനും ശരീരത്തിനും ആത്മാവിനും ആത്മീയ പ്രവണതകൾക്കും പ്രവർത്തനങ്ങൾക്കും ആണ് എന്ന് നാം മറന്നു പോകരുത്. അതിലെല്ലാം ഉപരിയായി നാം ചിന്തിക്കുക, ഈ ലോകത്തിൽ നാം അധ്വാനിച്ചും ചേർത്ത് വെച്ചും മറ്റുള്ളവരെ കളിപ്പിച്ചും മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിച്ചും ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നതെല്ലാം താൽക്കാലികങ്ങൾ മാത്രമാണ്. അത് നശ്വരമാണ്. അത് നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ വ്യക്തതയോടുകൂടി ആത്മീക മൂല്യങ്ങളെ മുറുകെ പിടിക്കുകയും ദൈവഭയമുള്ളവരായും വിശ്വസ്തരായി ജീവിക്കുകയും ചെയ്യണം. മിദ്യാന്യ അടിമക്കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇസ്മായേലിയർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. ഉൽപ്പത്തി പുസ്തകം 37:28. അതെ, പണത്തിനു വേണ്ടി തൻ്റെ സഹോദരന്മാർ ജോസഫിനെ വിറ്റുകളഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പണം നേടേണ്ടതിനായി യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ജഡീക ആഹാര താൽപ്പര്യം കൊണ്ട് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ലോകത്തിൽ ഇന്ന് നാം കാണുന്നതൊക്കെ നേടിയെടുക്കുന്നതൊക്കെ താൽക്കാലികങ്ങൾ മാത്രമാണ്. ആകാശത്തിലെ പറവുകളും അവയേക്കാൾ നമ്മൾ സവിശേഷതയുള്ളവരാണ് എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതെ, ജീവിതത്തിൽ ഗ്രഹിക്കുക, ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതാണ്. അതുകൊണ്ട് വിശ്വാസത്തിനും ജീവനും ഭക്തിക്കും വില കൊടുക്കുക.